ഹായ്, അമ്മൂസ് ഈസി ഇംഗ്ലീഷിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ 7ാമത്തെ ലെസനാണ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാൻ പോവുകയാണ്. ഇംഗ്ലീഷിൽ ഇല്ല, അല്ല എന്നൊക്കെ എങ്ങനെ ആത്മവിശ്വാസത്തോടെ പറയാമെന്ന്, അതായത് നെഗറ്റീവ് സെന്റൻസസ് ഉണ്ടാക്കാൻ. ഇത് പഠിച്ചാൽ നിങ്ങളുടെ സംസാരം ഒരുപാട് മെച്ചപ്പെടും. റെഡിയല്ലേ? ലെറ്റ്സ് ബിഗിൻ. ഈ ലെസൺ കഴിയുമ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആകും. 1. ഒരു കാര്യം അല്ല അല്ലെങ്കിൽ ഇല്ല എന്ന് ഇംഗ്ലീഷിൽ പറയാനുള്ള 2 സിമ്പിൾ വഴികൾ നിങ്ങൾ പഠിക്കും. 2. നോട്ട്, ഡോണ്ട്, ഡസന്റ് ഈ 3 വാക്കുകളും എവിടെ, എപ്പോൾ ഉപയോഗിക്കണമെന്നുള്ള കൺഫ്യൂഷൻ പൂർണ്ണമായി മാറും. പിന്നെ നമ്മളിൽ പലരും അറിയാതെ വരുത്തുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ഉണ്ട്. അതിനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ഈ ലെസൺ നിങ്ങളെ സഹായിക്കും. കൂളല്ലേ? നമുക്ക് ആദ്യത്തെ ഏറ്റവും എളുപ്പമുള്ള റൂൾ നോക്കാം. ഒരു സെന്റൻസിൽ ഈസ്, ആം, ആർ പോലുള്ള ഹെൽപ്പിംഗ് വെർബ്സ് ഉണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കാൻ എന്ത് ചെയ്യണം? ഒന്നുമില്ല. ആ വാക്ക് കഴിഞ്ഞ് ഒരു നോട്ട് ചേർത്താൽ മാത്രം മതി. ദാറ്റ്സ് ഇറ്റ്. സൂപ്പർ ഈസി അല്ലേ? ഉദാഹരണത്തിന്, ഷീ ഈസ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവൾ ഒരു ഡോക്ടറാണ്. ഇതിനെ നെഗറ്റീവ് ആക്കാൻ ഈസ് കഴിഞ്ഞ് നോട്ട് ചേർക്കുക. അപ്പോൾ എന്തായി? ഷീ ഈസ് നോട്ട് എ ഡോക്ടർ. അവൾ ഒരു ഡോക്ടർ അല്ല. വേറൊരു എക്സാമ്പിൾ നോക്കാം. ദേ ആർ റെഡി. അവർ തയ്യാറാണ്. നെഗറ്റീവ് ആക്കുമ്പോൾ ദേ ആർ നോട്ട് റെഡി. അവർ തയ്യാറല്ല. സിമ്പിൾ. ഓക്കെ, ഈസ്, ആം, ആർ ഉണ്ടെങ്കിൽ നോട്ട് ചേർത്താൽ മതിയെന്ന് പഠിച്ചു. പക്ഷേ ഒരു സെന്റൻസിൽ ഈ വാക്കുകൾ ഇല്ലെങ്കിലോ? പകരം ലൈക്ക്, വാണ്ട്, ഗോ പോലുള്ള വാക്കുകളാണെങ്കിലോ? അപ്പോഴാണ് നമ്മുടെ അടുത്ത ഹീറോസ് വരുന്നത്, ഡോണ്ടും ഡസന്റും. ലൈക്ക്, വാണ്ട്, പ്ലേ പോലുള്ള ആക്ഷൻ വെർബ്സ് വരുമ്പോൾ നമ്മൾ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ഉപയോഗിക്കണം. സംസാരിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഷോർട്ട് ഫോംസ് ആയ ഡോണ്ട്, ഡസന്റ് എന്നാണ് പറയുക. ഇതെവിടെ ഉപയോഗിക്കണം? സബ്ജക്ട് ഐ, യു, വി, ദേ ആണെങ്കിൽ ഡോണ്ട് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ ലൈക്ക് കോഫി എന്നുള്ളത് ഐ ഡോണ്ട് ലൈക്ക് കോഫി എന്നാവും. ഇനി സബ്ജക്ട് ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേരാണെങ്കിലോ? അപ്പോൾ ഡസന്റ് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഹി വാണ്ട്സ് എ ന്യൂ കാർ എന്നുള്ളത് ഹി ഡസന്റ് വാണ്ട് എ ന്യൂ കാർ എന്നാവും. ഇവിടെ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം. ഡസന്റ് ഉപയോഗിക്കുമ്പോൾ വെർബിന്റെ കൂടെയുള്ള എസ് നമ്മൾ എടുത്തുമാറ്റും. വാണ്ട്സ് എന്നുള്ളത് വാണ്ട് ആയി. കണ്ടോ? ഹി ഡസന്റ് വാണ്ട്, ഹി ഡസന്റ് വാണ്ട്സ് എന്ന് പറയരുത്. ഈ പോയിന്റ് പ്രത്യേകം ഓർക്കണേ. ഇനി നമ്മൾ മലയാളികൾ സ്ഥിരം വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്. ഇത് ശ്രദ്ധിച്ചു കേൾക്കണേ. എനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ ചിലർ ഐ ഡോണ്ട് നോ നത്തിങ് എന്ന് പറയാറുണ്ട്. കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നാം, പക്ഷെ ഇത് വലിയൊരു തെറ്റാണ്. കാരണം ഡോണ്ട് എന്ന വാക്ക് ഓൾറെഡി നെഗറ്റീവാണ്. നത്തിങ് എന്ന വാക്കും നെഗറ്റീവാണ്. ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിൽ 2 നെഗറ്റീവ് വാക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കില്ല. അത് കണക്കിലെ മൈനസും മൈനസും ചേരുമ്പോൾ പ്ലസ് ആവുന്ന പോലെയാണ്. അതായത് ഐ ഡോണ്ട് നോ നത്തിങ് എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ അറിയാം എന്നൊരർത്ഥം വരും. അപ്പോൾ ശരിയായ പ്രയോഗം ഐ ഡോണ്ട് നോ എനിത്തിങ് എന്നാണ്. ഡോണ്ട് കൂടെ എനിത്തിങ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് മറക്കല്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഒരു ചെറിയ ടെസ്റ്റ്. സ്ക്രീനിൽ നോക്കൂ. ഷീ ഡാഷ് പിസ്സ. ഈ ബ്ലാങ്കിൽ എന്ത് വരും? ഓപ്ഷൻസ് ഡോണ്ട്, ഡസന്റ്, ഈസ് നോട്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. കിട്ടിയോ? ദ കറക്റ്റ് ആൻസർ ഇസ് ഡസന്റ്. ഷീ ഡസന്റ് ലൈക്ക് പിസ്സ. എന്തുകൊണ്ടാ? കാരണം സബ്ജക്ട് ഷീ ആണ്. ഹി, ഷീ, ഇറ്റ് വരുമ്പോൾ നമ്മൾ ഡസന്റ് ആണ് ഉപയോഗിക്കുക എന്ന് പഠിച്ചില്ലേ? ബ്രില്യന്റ്! നിങ്ങൾ പൊളിയാണ്. അപ്പോ ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിച്ച 3 പ്രധാന കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാം. 1. ഈസ്, ആർ ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായി നോട്ട് ചേർത്താൽ മതി. ദേ ആർ നോട്ട് റെഡി. 2. ലൈക്ക്, വാണ്ട് പോലുള്ള ആക്ഷൻ വെർബ്സ് ആണെങ്കിൽ ഡോണ്ട് അല്ലെങ്കിൽ ഡസന്റ് ഉപയോഗിക്കണം.
I don't know. He doesn't want it. 3. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡബിൾ നെഗറ്റീവ്സ് ഒഴിവാക്കുക. I don't know nothing തെറ്റാണ്. I don't know anything ആണ് ശരി. ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ കാര്യങ്ങൾ ഓർത്തുവെച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ ശ്രമിക്കണേ. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഹാവ്, ഹാസ് എന്നിവയുടെ ഉപയോഗം പഠിക്കും. പുതിയ വീഡിയോസ് മിസ് ആവാതിരിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.